ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानु सुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 ഭീഷ്മസ്തുതിയാണ്. ഭീഷ്മസ്തുതി വരുന്ന ആ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം നമ്പർ 8 മുതലാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. 7ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. अन्ये च मुनयो ब्रह्मन् ब्रह्मरतादयो मला शिष्येरुपेत अजागुं कश्यपाङ्गिरा साधयः। अन्ये च मुनयो ब्रह्मन् ब्रह्मरातादयो मला शिष्येरुपेत
आजग्मु कश्यपांगिरासादयाः. Yes. हरे कृष्ण प्रभु. हरे कृष्ण. ओम नमो भगवते वासुदेवाय. अन्ये च मुनयो ब्रह्मन् ब्रह्मरातादयो मला शिष्यैरुपेदा आजग्मु कश्यपांगिरसादयः. विवर्तनम भावार्थम by His Divine Grace Abhay Charanaravinda Bhaktivedanta Swami Srila Prabhupada की जय. അനന്തരം ശുകദേവ ഗോസ്വാമിയെ പോലുള്ള മറ്റനേകരും മറ്റ് വിശുദ്ധാത്മാക്കളും കശ്യപനും അംഗീരസനും മറ്റുള്ളവരും അവരവരുടെ ശിഷ്യരുമൊത്തെ അവിടെ ആഗതരായി. ഭാവാർത്ഥം. ശുകദേവ ഗോസ്വാമി ബ്രഹ്മരാധൻ ശ്രീ വ്യാസദേവന്റെ സുതനും ശിഷ്യനുമായ ഇദ്ദേഹത്തെ വ്യാസദേവൻ ആദ്യം മഹാഭാരതവും പിന്നെ ശ്രീമദ് ഭാഗവതവും അഭ്യസിപ്പിച്ചു. ഗന്ധർവന്മാരുടെയും യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും സദസ്സിൽ ശുകദേവ ഗോസ്വാമി മഹാഭാരതത്തിന്റെ 14 ലക്ഷം ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. അദ്ദേഹം ശ്രീമദ് ഭാഗവതം ആദ്യമായി മഹാരാജാവ് പരീക്ഷിത്തിന്റെ സാന്നിധ്യത്തിൽ ആഖ്യാനം ചെയ്തു. തന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം എല്ലാ വേദ സാഹിത്യങ്ങളും പൂർണ്ണമായും അധ്യയനം ചെയ്തു. ധാർമ്മിക തത്വങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ളതാകയാൽ അദ്ദേഹം പരിപൂർണമായും പരിശുദ്ധാത്മാവായിരുന്നു. ശുകദേവ ഗോസ്വാമി യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസദസ്സിലും പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഉപവാസവേളയിലും സന്നിഹിതനായിരുന്നുവെന്ന് മഹാഭാരത സഭാപർവം 4:11 നിന്നും മനസ്സിലാക്കാം. ശ്രീല വ്യാസദേവന്റെ ആധികാരിക ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ പിതാവിന്റെ അടുക്കൽ നിന്നും ധാർമ്മിക തത്വങ്ങളെയും ആത്മീയ മൂല്യങ്ങളെയും സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് ഗ്രഹിച്ചു. ആത്മീയ ലോകം പ്രാപ്തമാക്കാനുള്ള യോഗമാർഗം, പ്രായോഗിക ജ്ഞാനവും കാമ്യകർമ്മവും തമ്മിലുള്ള അന്തരം, ആത്മസാക്ഷാത്കാര പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ, 4 ആശ്രമങ്ങൾ, വിദ്യാർത്ഥി ജീവിതം, ഗൃഹസ്ഥ ജീവിതം, വാനപ്രസ്ഥം, സന്യാസം, പരമദിവ്യോത്തമ പുരുഷന്റെ മഹോന്നത പദവി, ഭഗവാനെ മുഖാമുഖം ദർശിക്കാനുള്ള പ്രക്രിയ, ജ്ഞാനം നേടാൻ അർഹനായ വ്യക്തി ആര്, പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച പരിചിന്തനം, ബുദ്ധിയുടെ വിശിഷ്ട സ്ഥാനം, ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും കുറിച്ചുള്ള അവബോധം, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ, ഭൗതിക ശരീരത്തിന്റെ പ്രവർത്തന തത്വങ്ങൾ, സ്വാധീന ശക്തിയുള്ള പ്രകൃതി ഗുണങ്ങളുടെ ലക്ഷണങ്ങൾ, നിരന്തര ആഗ്രഹമാകുന്ന വൃക്ഷം, മാനസിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് അഭ്യസിപ്പിച്ച് വ്യാസദേവനും ശുകദേവ ഗോസ്വാമിയെ സംതൃപ്തനാക്കി. ചിലപ്പോഴൊക്കെ അദ്ദേഹം തന്റെ പിതാവിന്റെയും നാരദന്റെയും അനുമതിയോടെ സൂര്യഗ്രഹത്തിൽ ഗമിച്ചിരുന്നു. മഹാഭാരതം ശാന്തി പർവത്തിൽ 332 അദ്ദേഹത്തിന്റെ ശൂന്യാകാശ യാത്രയെ സംബന്ധിച്ച വിവരം നൽകിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം അതീന്ദ്രിയ ധാമം പ്രാപ്തമാക്കി. അരണേയൻ, അരുണിസുതൻ, വയ്യാസകി, വ്യാസാത്മജൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. കശ്യപൻ പ്രജാപതികളിൽ ഒരാൾ. മരീചിസുതൻ പ്രജാപതി ദക്ഷന്റെ മരുമക്കളിൽ ഒരുവൻ. ആനകളെയും ആമകളെയും ഭക്ഷണമായി സ്വീകരിച്ചിരുന്ന പക്ഷി ശ്രേഷ്ഠൻ ഗരുഡന്റെ പിതാവാണ് കശ്യപൻ. അതിഥി, ദിതി, ധനു, കാഷ്ട, അരിഷ്ട, സുരസ, ഇള, മുനി, ക്രോധവശ, താമ്ര, സുരഭി, സരമ, തിമി എന്നീ 13 ദക്ഷപുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തു. ഈ പത്നിമാരിൽ ദേവന്മാരും അസുരന്മാരുമായ നിരവധി പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. കശ്യപന്റെ ആദ്യ ഭാര്യയായ അതിഥിയിൽ 12 ആദിത്യന്മാർ ജന്മം കൊണ്ടു. അവരിൽ ഒരാളാണ് ഭഗവത് അവതാരമായ വാമനൻ. അർജുനന്റെ ജനന സമയത്ത് ഈ ശ്രേഷ്ഠ മുനിയും സന്നിഹിതനായിരുന്നു. പരശുരാമനിൽ നിന്നും ഇദ്ദേഹത്തിന് ഈ ലോകം മുഴുവൻ സമ്മാനമായി ലഭിച്ചു. പിന്നീട് അദ്ദേഹം പരശുരാമനോട് ലോകത്തു നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ മറ്റൊരു നാമം അരിഷ്ടനേമി എന്നാകുന്നു. അദ്ദേഹം പ്രപഞ്ചത്തിന്റെ ഉത്തരഭാഗത്താണ് ജീവിക്കുന്നത്. അംഗിരസൻ, അംഗിര മഹർഷിയുടെ പുത്രനായ ഇദ്ദേഹം ദേവന്മാരുടെ പുരോഹിതനായ ബൃഹസ്പതി എന്നും അറിയപ്പെടുന്നു. ദ്രോണാചാര്യൻ ഇദ്ദേഹത്തിന്റെ ഭാഗിക അവതാരമാണെന്ന് പറയപ്പെടുന്നു. അസുര ഗുരുവായ ശുക്രാചാര്യരെ ഇദ്ദേഹം വെല്ലുവിളിച്ചു. ഇദ്ദേഹത്തിന്റെ പുത്രനായ കചൻ ഭരദ്വാജ മുനിക്ക് ആഗ്നേയാസ്ത്രം ആദ്യമായി നൽകി. വിഖ്യാത നക്ഷത്രങ്ങളിൽ ഒന്നായ ചന്ദ്രമാസി എന്ന പത്നിയിൽ ഇദ്ദേഹം 6 പുത്രന്മാർക്ക് അഗ്നിദേവനെ പോലെ ജന്മം നൽകി. ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നതിനാൽ ബ്രഹ്മലോകം, ഇന്ദ്രലോകം എന്നീ ലോകങ്ങൾ പോലും സന്ദർശിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹം
സ്വർഗരാജാവായ ഇന്ദ്രനെ ഉപദേശിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇന്ദ്രനെ ശപിക്കുകയും അങ്ങനെ ഒരു പന്നിയായി ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് മടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി. മായാശക്തിയുടെ വശ്യശക്തി അത്രത്തോളമുണ്ട്. പകരമായി സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്താലും ഒരു പന്നി പോലും തന്റെ ഭൗതിക ഭോഗങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. വിവിധ ലോകങ്ങളിലെ നിവാസികളുടെ ആത്മീയ ആചാര്യനാണ് അങ്കിരസൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കുറേ വരിഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ പേര് നമ്മൾ വായിച്ചിരുന്നു. അവരാരൊക്കെയാണെന്നുള്ളത് ശീല പ്രഭുപാദി വളരെ വിശദമായിട്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിലെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പർവ്വതമുനി, നാരദമുനി, ധൗമ്യ ഋഷി, വ്യാസദേവൻ, അങ്ങനെ കുറേ പേര്, ഭരദ്വാജ, പരശുരാമൻ അല്ലേ, പിന്നെ മറ്റുള്ള വേറെ വശിഷ്ഠമുനി, ത്രീത, അസീത, പിന്നെ ഗൗതമ ഋഷി, അങ്ങനെ കുറേ പേരുടെ പേരുകൾ നമ്മൾ കണ്ടു. അവരാരൊക്കെയാണെന്ന് ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വേറെ ഇനി ആരൊക്കെയാണ് വേറെ ഉണ്ടായിരുന്നത്. ശില ശുകദേവ് ഗോസ്വാമിയുണ്ട്. ശില ശുകദേവ് ഗോസ്വാമി ഒന്ന് ഓർക്കണം, ശ്രീമദ് ഭാഗവതം പറഞ്ഞത് ശില സുഖദേവ് ഗോസ്വാമിയാണ് പരീക്ഷിത് മഹാരാജാവിനോട്. എന്നാൽ ഭീഷ്മ പിതാമഹൻ ശരീരം വിടുന്ന സമയത്ത് അവിടെ ശില സുഖദേവ് ഗോസ്വാമിയും ഉണ്ട്. ശില സുഖദേവ് ഗോസ്വാമി, കശ്യപ മുനി, പിന്നെ അംഗീരസ, ഇവരെല്ലാവരും അവിടെയുണ്ട്. ശുഖദേവ് ഗോസ്വാമി ആരാണെന്ന് നമുക്കറിയാം. ശില വ്യാസദേവൻ്റെ സുപുത്രനാണ് ശില സുഖദേവ് ഗോസ്വാമി. ഇവിടെ ശീല പ്രഭുപാദി പറയുന്നു ശ്രീമദ് ഭാഗവതം അദ്ദേഹം പരീക്ഷിത് മഹാരാജാവിന് അദ്ദേഹം പറഞ്ഞു കൊടുത്തതിനേക്കാൾ മുമ്പ് മഹാഭാരതം ഗന്ധർവർക്കും യക്ഷർക്കും രാക്ഷസർക്കും ഒക്കെ വേണ്ടി മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ അദ്ദേഹം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം അദ്ദേഹം പരീക്ഷിത് മഹാരാജാവിനാണ് ആദ്യമായിട്ട് ചൊല്ലുന്നത്. എന്നാൽ അതിന് മുമ്പ് മഹാഭാരതം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് ഗന്ധർവർക്കും യക്ഷർക്കും രാക്ഷസർക്കും എന്നൊക്കെ ഇവിടെ ശീല പ്രഭുപാദി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശീല വ്യാസദേവനാണ് അദ്ദേഹത്തിൻ്റെ പിതാവും മാത്രമല്ല ആധ്യാത്മിക ഗുരുവും അദ്ദേഹമാണ്. വ്യാസദേവൻ്റെ പുത്രനാണ്. അപ്പോൾ വ്യാസദേവൻ സ്പിരിച്വൽ മാസ്റ്ററാണ്, അച്ഛനും കൂടിയാണ്. അപ്പോൾ അച്ഛനിൽ നിന്ന് തന്നെയാണ് എല്ലാവിധ അതീന്ദ്രിയ ജ്ഞാനവും പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു വ്യാസദേവൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനും മകനും രണ്ടുമാണ് ശീല സുഖദേവ് ഗോസ്വാമി. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു അച്ഛനോട്. അതായത് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് യോഗ സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ, പിന്നെ കർമ്മയോഗം എന്താണെന്നുള്ളതും ജ്ഞാനയോഗം എന്താണെന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ 4 ആശ്രമങ്ങൾ എന്തൊക്കെയാണ്, അതായത് വർണ്ണാശ്രമധർമ്മം എന്താണ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചോദിച്ച് അച്ഛനിൽ നിന്ന് മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പറ്റുന്നൊരു പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപതേക്ഷയന്തി തേ ജ്ഞാനം ജ്ഞാനിനസ് തത്വദർശിന. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ശ്രീ ഗുരുവിനെ ആശ്രയിച്ച് ശ്രീ ഗുരുവിൻ്റെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് ഗുരുവിനോട് നമ്മുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളും, ആധ്യാത്മിക തലത്തിൽ നമുക്ക് എങ്ങനെ ഉയരാൻ സാധിക്കും, ഈ ഭൗതികമായിട്ടുള്ള മായ പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെ പല കാര്യങ്ങളും പല ചോദ്യങ്ങളും ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടാണ് ആ ആധ്യാത്മിക ഗുരു വേണ്ട രീതിയിൽ ശിഷ്യന് അനുഗ്രഹം കൊടുത്ത് ചോദ്യങ്ങളോട് ഉത്തരവും പറഞ്ഞു കൊടുത്ത് അവർക്ക് ദീക്ഷ കൊടുത്ത് അതേപോലെ തന്നെ ഈ ഒരു പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയും കാണാം ശില സുഖദേവ് ഗോസ്വാമി
വ്യാസദേവൻ അച്ഛനോട് ചോദിക്കുന്നു ഈ ചോദ്യങ്ങളെല്ലാം. അതിൻ്റെ ഉത്തരവെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്കറിയാം ഇത് അച്ഛനിൽ നിന്ന് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് മഹാഭാരതവും ശ്രീമദ് ഭാഗവതവും ഒക്കെ ശില സുഖദേവ് ഗോസ്വാമി ചൊല്ലിക്കൊടുക്കുന്നത്. ശില സുഖദേവ് ഗോസ്വാമി സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് വേറെയും കുറേ പേരുകളുണ്ട്. ഇവിടെ പറയുന്നു അരണ്യേയ, അരുണിസുത, വയ്യാസഖി, അങ്ങനെ കുറേ പേരുകളുണ്ട് എന്നിവിടെ പറയുന്നു. ഇവിടെ പറയുന്നു ഇടയ്ക്ക് അദ്ദേഹം ഉപരിലോകങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാറുണ്ട്. പലതും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി അദ്ദേഹം ഇവിടെ പറയുന്നു ശില പ്രഭുപാദി ഇടയ്ക്ക് സൂര്യഗ്രഹത്തിലേക്ക് പോകുമെന്ന്, സൂര്യനിലേക്ക്. അച്ഛൻ്റെയും നാരദ മഹർഷിയുടെയും സമ്മതം ചോദിച്ച് ശില സുഖദേവ് ഗോസ്വാമി ഇതേപോലെ മറ്റുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാറുണ്ട് എന്നുള്ളത്. പിന്നീട് കശ്യപമുനിയെക്കുറിച്ച് പറയുന്നു. കശ്യപമുനി ആരാണെന്ന് പറയുന്നു. മരീചിയുടെ മകനാണ്. പ്രജാപതി ദക്ഷൻ്റെ മക്കളുടെ ഭർത്താവാണ് കശ്യപമുനി. കശ്യപമുനി ഇവിടെ പറയുന്നു ഗരുഡൻ്റെ അച്ഛനാണ് കശ്യപമുനി. ഗരുഡൻ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ അദ്ദേഹം ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മം എങ്ങനെയാണ് കശ്യപമുനിയിൽ നിന്നാണ് വരുന്നത്. 13 ദക്ഷ പ്രജാപതിയുടെ 13 മക്കളെ വിവാഹം കഴിക്കുന്നു കശ്യപമുനി. അപ്പോൾ ഇവിടെ അദിതി, ദിതി, ധനു, കാഷ്ട, അങ്ങനെ കുറേ 13 പേര് ഉണ്ട്. 13 മക്കളുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും വിവാഹം കഴിക്കുന്നു കശ്യപമുനി. അങ്ങനെ അവരിൽ നിന്ന് ഓരോ മക്കളിൽ നിന്നും ഒരുപാട് പുത്രന്മാരുണ്ടാവുന്നു, ഒരുപാട് മക്കളുണ്ടാവുന്നു. അതിൽ പലവരും ദേവന്മാരാവുന്നു. കുറേ പേര് ദേവന്മാരാണ്, കുറേ പേരൊക്കെ അസുരന്മാരുമായി മാറുന്നു. അത് ഓരോ സമയം അനുസരിച്ചിട്ടുള്ള നമ്മൾക്കറിയാം. അതിഥിയുടെ പുത്രന്മാരാണ് ആദിത്യന്മാർ. അതിൽ ഇന്ദ്രൻ, ചന്ദ്രൻ ഇവരൊക്കെ വരുന്നു. അപ്പോൾ ദേവന്മാർ ഒരുപാട് പേര് അതിഥിയാണ് അമ്മ. വാമനദേവൻ വന്നിട്ടുള്ളത് അതിഥിയിൽ നിന്നാണ്. വാമനദേവൻ്റെ ആ ഒരു അവതാരം അതിഥിയിൽ നിന്നാണ് വരുന്നത്. കശ്യപമുനിയും അതിഥിയിൽ നിന്നും. അതേപോലെ കശ്യപമുനിയും ദിതിയിൽ നിന്നുമാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കശ്യപമുനി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഋഷിവര്യനായിരുന്നു അദ്ദേഹം. സാധാരണ ഒരു വ്യക്തി ആയിരുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നു അംഗീരസ, അദ്ദേഹം മഹർഷി അംഗീരമുനിയുടെ മകനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് വേറെ പേരുമുണ്ട്, ബൃഹസ്പതി എന്നുള്ള പേരുമുണ്ട് എന്ന് പറയുന്നു. ബൃഹസ്പതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുന്നു, ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ശിലപ്രഭുജി അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ബൃഹസ്പതി ഇന്ദ്രദേവനെ ശപിച്ചു, അല്ലെങ്കിൽ ഇന്ദ്രദേവൻ അപരാധം ചെയ്തപ്പോൾ അദ്ദേഹത്തെ ശപിക്കുന്നത് എന്താണ് ശാപം? അതായത് നീ ഇവിടെ ഭൗതിക ലോകത്തിലൊരു പന്നിയായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ ബൃഹസ്പതി പോയി വിളിക്കുകയാണ് ചെയ്യുന്നത് ഇന്ദ്രദേവൻ അപ്പോൾ പന്നിയായിട്ട് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, കുറേ ഭാര്യമാരുണ്ട്. അങ്ങനെ സുഖമായിട്ട് കഴിക്കാൻ പാടില്ലാത്തത് ഒക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് നടക്കുമ്പോൾ, ഫാമിലിയായിട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലയളവ് കഴിഞ്ഞു. അതായത് ശാപം കിട്ടി കാലയളവ് കഴിഞ്ഞപ്പോൾ ബൃഹസ്പതി, അതായത് ഇന്ദ്രദേവൻ്റെ ഗുരുവാണ് ബൃഹസ്പതി, അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആവുന്നത്. പക്ഷേ ആ കാലയളവ് കഴിഞ്ഞപ്പോൾ ബൃഹസ്പതി പോയി വിളിക്കുകയാണ് ചെയ്യുന്നത്, വരൂ തിരിച്ച് നമുക്ക് പോവാം, അവിടെ സ്വർഗലോകത്തിൻ്റെ രാജാവാണ് ഇന്ദ്രൻ, തിരിച്ച് പൊസിഷനിലേക്ക് കയറാനുള്ള സമയമായി, ശാപത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ സമയത്ത് ഇന്ദ്രദേവൻ ആ മൃഗത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ ബൃഹസ്പതിയോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന്, എനിക്ക് ഇന്ദ്രൻ്റെ പദവിയുടെ ആവശ്യമില്ല, ഞാനിവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് പഠിക്കാവുന്ന കാര്യം ശിലപ്രഭുജി പറയുവാണ്, അദ്ദേഹത്തെ പോലെ
അദ്ദേഹത്തെ പോലെ ഉള്ളൊരു വ്യക്തി ഈ മായാപ്രപഞ്ചത്തിൽ വരുമ്പോൾ ഭൗതിക ലോകത്തിൽ ഇവിടെ നമ്മുടെ ഈ ലോകത്തിലുള്ള ഭൗതിക ലോകമല്ല, ഈ ഭൂമിയിലുള്ള ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇതെല്ലാം ഭൗതിക, ഈവൻ സ്വർഗവും അതിൽ വരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഭൂമിയിലേക്ക്, ഇവിടെ ഭൂമിയിലുള്ള ഈ പറയുന്ന പല പല അട്രാക്ഷൻസും ഉണ്ട് അല്ലേ. പ്രത്യേകിച്ചും ഈ പറയുന്ന മൃഗം, നമ്മൾ നേരത്തെ പറഞ്ഞ മൃഗം, അതിൻ്റെ ഒരേ ഒരു ജോലി എന്താണ്? അതായത് സ്ത്രീ പുരുഷ ബന്ധവും അതേപോലെ തന്നെ ഈ വളരെ മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കലും. ഇതാണ് അതിൻ്റെ മെയിൻ ഡ്യൂട്ടി. രണ്ട് കാര്യങ്ങൾ അത് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു മൃഗമാണ്. അങ്ങനെയുള്ള അതായത് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ എന്ന് പറയുന്നത് അത് മൃഗങ്ങളിലും ഉണ്ട്, മനുഷ്യരിൽ മാത്രമല്ല. അതാണ് പറയുന്നത് പ്രഹ്ലാദ് മഹാരാജാവും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരും പറയുന്നത്, ഈ പറയുന്ന ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നമ്മൾ വിചാരിക്കുന്നു ഏറ്റവും വലിയ സുഖമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ ഇന്ദ്രിയത്തിനും സുഖം കിട്ടുമ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ സുഖങ്ങളൊക്കെ മൃഗത്തിൻ്റെ ശരീരത്തിലുമുണ്ട്. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതെല്ലാം. പക്ഷേ നമ്മളത് വിചാരിക്കുന്നു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ജീവിതം മുഴുവനും അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ലക്ഷ്യം ഇന്ദ്രിയ സുഖഭോഗമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പുറകിൽ നമ്മുടെ എല്ലാവിധ ശക്തിയും എല്ലാവിധ സമ്പത്തും എല്ലാം നമ്മൾ അതിന് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിയായിട്ടുള്ള ആനന്ദം എന്താണെന്ന് ആർക്കും അറിയില്ല. ആധ്യാത്മിക ആനന്ദം എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു ഇത്രയും, അതായത് വരൂ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാം, സ്വർഗത്തിലെ നീ രാജാവാണ് നീ എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേപോലെയാണ് അവസ്ഥ ഈ ലോകത്തിലെ ആളുകളുടെ അവസ്ഥ. എത്ര നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്താലും ആരും വരാൻ തയ്യാറല്ല. ഇപ്പോൾ കൃഷ്ണാവബോധത്തെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവർ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും, എത്ര പേര് നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. കാര്യം പലവരും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറല്ല. ഇതാണ് സംഭവം. സത്യമാണ് ഈ കാര്യം. ഒരു കംഫർട്ട് സോണിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അവനവൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ ആരും തയ്യാറല്ല. ഇങ്ങനെയൊക്കെ മതി എന്ന് പറയും, ഇതിനും കൂടുതലൊന്നും ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ അതാണ് ഈ ഒരു മായാദേവിയുടെ മായാശക്തിയുടെ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര ശക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ദേവിഹി ഏഷാ ഗുണമയി മമ മായ ദുരത്യയ മാം ഏവയെ പ്രപത്യന്തേ മായാം ഏതാം തരന്തിതേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ, ഈ മായാശക്തി എന്ന് പറയുന്നത് എൻ്റെ ശക്തിയാണ്. ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഭഗവാന്റെ സഹായത്തോടു കൂടി മാത്രമേ നടക്കുള്ളൂ. ഇതാണ് കാര്യം. അപ്പോൾ അത്രയും വലിയ കുടുക്കിലാണ് നമ്മളെല്ലാവരും പെട്ടിരിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായിട്ട്, സത്യം പറയുവാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല നമുക്ക് ഇത്രയും വലിയ ഊരാകുരുക്കാണെന്നുള്ളത്. നമുക്ക് എല്ലാത്തിനോടും ഒരു അട്രാക്ഷനുണ്ട്, എല്ലാ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. പഴയ വസ്ത്രം പഴകിയാൽ പോലും അത് ഉപേക്ഷിക്കാൻ നമുക്ക് മടിയാണ്. അതിനെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കും. ഡ്രസ്സായിട്ട് ഇടാൻ സാധിച്ചില്ലെങ്കിൽ കുറച്ചു കാലം അടുക്കളയിൽ പാത്രം എടുക്കാൻ വേണ്ടി കക്കില തുണിയായിട്ട് ഉപയോഗിക്കും. ഇനി അതും കുറച്ച് കഴിഞ്ഞാൽ നാശമായി കഴിഞ്ഞാൽ താഴെ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കും. ഇങ്ങനെ മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ട് ആണ് അത് കളയുന്നത്. കാര്യം ആ ഒരു ചെറിയൊരു വസ്ത്രത്തോട് പോലും അറ്റാച്ച്മെൻ്റാണ് നമുക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ. അത്രയും പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഭഗവാൻ പറയുന്ന പോലെ മാം ഏവയെ പ്രപത്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത്, എന്നിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് മായാമേതാം തരന്തിതേ. അങ്ങനെയുള്ളവർക്ക് ഇത് സുഖമായിട്ട് തരണം ചെയ്യാം. ഞാനതിന് വഴിയൊരുക്കി കൊടുക്കും, ഭഗവാൻ പറയുന്നു. മായാ ലോകം എന്ന് പറയുന്നത് ഇത്
നമുക്ക് അചിന്ത്യമായിട്ടുള്ളൊരു സമുദ്രത്തിനേക്കാൾ വലുതാണ്. എളുപ്പമല്ല ഇത് ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെൻറ്റിൻ്റെ അവസ്ഥ. എന്നാൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഒരു ചെറിയൊരു പശുക്കുട്ടിയുടെ കാൽ വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ഭാഗത്തെ ആ വെള്ളം എത്രയുണ്ടാവും? കുറച്ച് ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് ക്രോസ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതേപോലെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ ഞാൻ സഹായിക്കും നിങ്ങളെ. അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെന്ത് തല കുത്തി നിന്നിട്ടും കാര്യമില്ല. ആളുകൾക്ക് അറിയില്ല. ഭഗവാനെ ശരണം പ്രാപിക്കുക. ഭഗവാൻ പറയുന്നു എന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്നിലേക്ക് എത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത് നമുക്ക് അതിനും സാധിക്കില്ല. കാര്യം നമ്മൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു മീഡിയേറ്ററിന് ആവശ്യമുണ്ട് അവിടെ. അതാണ് ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ആധ്യാത്മിക ഗുരുക്കൾ. ഈ ആധ്യാത്മിക ഗുരുജനങ്ങളുടെ മഹാകാരുണ്യം കൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ശരണം പ്രാപിക്കലാണ്? ഇല്ല. ഈ ആധ്യാത്മിക ഗുരുജനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതേപോലെ ഇവിടെ ഇന്ദ്രദേവൻ ഇരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ആ ഒരു മൃഗത്തിൻ്റെ ആണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ കാര്യം. അതിനേക്കാൾ വലിയ അവസ്ഥയിൽ തന്നെയാണ് നമ്മളും ഇരിക്കുന്നത്. ഇവിടെയുള്ളതൊന്നും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെയുള്ള കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് പോയിട്ടില്ല. അതൊരു അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിലെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ പറയുന്നത് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, അതായത് ചവച്ച് തുപ്പിയിട്ടുള്ളത് വീണ്ടും എടുത്ത് കഴിക്കുന്ന അവസ്ഥയാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഭഗവാനും ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ഗുരുജനങ്ങളുടെയും സഹായം ഉണ്ടെങ്കിലേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ലെസൺ, ഈ ഒരു കഥ അല്ലെങ്കിൽ ഇന്ദ്രദേവനെ കുറിച്ചുകൂടെ പറഞ്ഞത്. അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രമാത്രം ശക്തിയുണ്ട്. അതാണ് പറയുന്നത്, അത്രമാത്രം ശക്തിയുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ദ്രനോട് ബൃഹസ്പതി വന്ന് പറയുവാണ്, ആ മൃഗത്തിൻ്റെ ശരീരത്തിരുന്ന്, നീ ഇന്ദ്രനാണ്, സ്വർഗത്തിലേക്ക് വാ, തിരിച്ചു വാ എന്ന് പറയുമ്പോൾ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്നു. അതാണ് ഈ മായാശക്തി എന്നാണ് ശില പ്രഭുപാദി പറയുന്നത്. സത്യമാണ്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആകെ സത്സംഗങ്ങൾക്കും ഭഗവാന്റെ തിരുനാമത്തിനും സാധുജനങ്ങൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. സത്സംഗങ്ങളിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം പോലുള്ള മഹാഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നു, വായിക്കുന്നു. അങ്ങനെ ഭക്തരുമായിട്ട് കൂട്ടായ്മയിൽ നമ്മളിത് വായിക്കുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമുക്ക് അതിനുള്ള യോഗ്യത കിട്ടും. ഇല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം, 9ാമത്തെ ശ്ലോകം. ഓക്കെ. ഇനി താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസുത്തമഃ പൂജ്യാം ആസാധർമ്മജ്ഞോ പൂജയാം ആസാധർമ്മജ്ഞോ ദേശകാലാവിഭാഗവിത് താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസുത്തമഃ പൂജയാം ആസധർമ്മജ്ഞോ ദേശകാലാവിഭാഗവിത് താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസുത്തമഃ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാലാവിഭാഗവിത്. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസുത്തമഃ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവേത്. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്.
വിവർത്തനം. അഷ്ടവസ്തുക്കളിൽ വെച്ച് ഏറ്റവും മഹാനായ ഭീഷ്മദേവൻ അവിടെ സന്നിഹിതരായ ശക്തരും ശ്രേഷ്ഠരുമായ എല്ലാ ഋഷിമാരെയും സ്ഥലകാലങ്ങൾക്കനുസരിച്ചുള്ള ധർമാനുഷ്ഠാന മുറകളാൽ സ്വീകരിച്ച് സ്വാഗതമരുളി. ഭാവാർത്ഥം. സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ധർമ്മതത്വങ്ങൾ എപ്രകാരം സംയോജിപ്പിക്കണമെന്ന് വിദഗ്ധ ധർമാത്മാക്കൾക്ക് നല്ലവണ്ണം അറിയാം. ലോകത്തിലെ മഹാ ആചാര്യന്മാർ, മതപുരോഹിതർ അല്ലെങ്കിൽ പരിഷ്കർത്താക്കൾ സ്ഥലകാലങ്ങൾക്കനുസൃതമായി മതതത്വങ്ങൾ ക്രമീകരിച്ച് അവരുടെ ദൗത്യം നിർവഹിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ പരിതസ്ഥിതികളും കാലാവസ്ഥകളുമാണുള്ളത്. അതിനാൽ ഭഗവത് സന്ദേശ പ്രചാരണം എന്ന തന്റെ കർത്തവ്യ നിർവഹണത്തിന് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വസ്തുതകളെ ക്രമീകരിക്കുന്നതിൽ ഒരാൾ വിദഗ്ധനായിരിക്കണം. ഇത്തരത്തിലുള്ള ഭക്തിയുടെ സേവന നിഷ്ഠ പ്രചരിപ്പിക്കുന്ന 12 മഹത് പ്രമാണികന്മാരിൽ ഒരാളാണ് ഭീഷ്മദേവൻ. ആകയാൽ തന്റെ മരണശയ്യയ്ക്ക് സമീപം ഒത്തുചേർന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ ശക്തിമത്തായ ഋഷിമാരെയും അദ്ദേഹത്തിനെ സ്വീകരിച്ച് സ്വാഗതമരുളാൻ കഴിഞ്ഞു. ഭവനത്തിലോ സാധാരണ ആരോഗ്യാവസ്ഥയിലോ അല്ലാതിരുന്നതിനാൽ അപ്പോൾ അദ്ദേഹം അവരെ സ്വീകരിച്ച് സ്വാഗതമരുളാൻ ശാരീരികമായി കഴിവില്ലാത്തവനായിരുന്നു. എന്നാൽ ശരിയായ ചിന്താഗതിയിലുള്ള പ്രവർത്തനങ്ങളിൽ തികച്ചും യോഗ്യനായിരുന്നതിനാൽ ഹൃദയംഗമമായ ചേഷ്ടകളിലൂടെ മധുരമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരും ഉചിതമാം വിധം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ശാരീരിക പ്രവർത്തനം, മനസ്സ്, വാക്ക് എന്നിവയാൽ ഒരാൾക്ക് സ്വകർത്തവ്യ നിർവഹണത്തിന് സാധ്യമാകുന്നു. അവരെ അനുയോജ്യമായ സ്ഥലത്ത് എപ്രകാരം വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ശരിക്കും അറിയാം. ആകയാൽ ശാരീരികമായി തയ്യാറല്ലെങ്കിലും അവരെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമുണ്ടായില്ല. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ഭീഷ്മ പിതാമഹൻ 8 വസുക്കൾ. വസുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ സപ്തഋഷി എന്നൊക്കെ പറയുന്ന പോലെ വസു എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വളരെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ട്. അപ്പോൾ അവർ ഈ ദേവന്മാരെ പോലെ ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു അദിതിയുടെ മക്കൾ ആദിത്യാസ് എന്ന് പറഞ്ഞു. ആദിത്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. ഒരാൾ ഇന്ദ്രൻ മാത്രമല്ല, അങ്ങനെ കുറേ മക്കളുണ്ട് ദേവന്മാർ. വസുക്കളും അതേപോലെ വരുന്നതാണ്. അപ്പോൾ അതിലെ ഒരു വ്യക്തിയാണ്, അതിലെ ഒരു വസുവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭീഷ്മ പിതാമഹൻ. ആ ഭീഷ്മ പിതാമഹൻ ഇവിടെ പറയുന്നു അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല, അദ്ദേഹം മഹാജനമാണ് അല്ലേ. സ്വയംഭൂ നാരദോ ശംഭു. ആർക്കറിയാം ആ ശ്ലോകം? 12 മഹാജനം. ഹരേ കൃഷ്ണ. സ്വയംഭൂ നാരദോ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മ വലിയൊരു വയ്യസഖിർവയ. താങ്ക് യു. ഹരേ കൃഷ്ണ. അവിടെ വയ്യസഖി എന്ന് പറയുന്നു ശുലസുഖദേഗോ സമയെ. ഓക്കെ. ഇവിടെ അപ്പോൾ താങ്ക് യു മാതാജി. അപ്പോൾ 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. ആ ഭീഷ്മ പിതാമഹൻ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. അത്രയും വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്, മഹാജനമാണ്, മഹാത്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ലോകം വിട്ട് പോകുന്നത് കാണാൻ വേണ്ടി വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് വിശിഷ്ട അതിഥികൾ അവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി. ഇവിടെ പറയുന്നു പ്രഭുപാജി ഭാവാർത്ഥത്തിൽ അദ്ദേഹം ശരശയിൽ കിടക്കുമായിരുന്നു. ശരശയിൽ കിടക്കുന്നൊരു വ്യക്തിക്ക് എങ്ങനെ ഇതൊക്കെ ആളുകളെ സ്വീകരിക്കാൻ സാധിക്കും? ഇത്രയും വരിഷ്ഠരായിട്ടുള്ളവരെ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പല രീതിയിൽ ചെയ്യാം. അതായത് ഫിസിക്കലായിട്ട് ചെയ്യാം, മനസ്സിൽ ചെയ്യാം, വാക്കുകളാലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും വരിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് ഫിസിക്കലി അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇവിടെ പറയുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു ഭീഷ്മ പിതാമഹൻ. പക്ഷേ അദ്ദേഹം എല്ലാവരെയും സ്വീകരിച്ചു. അപ്പോൾ വന്നവരെല്ലാവരും സന്തോഷമായും അവർക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ള, ഇത്രയും ശക്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഫിസിക്കൽ ഡിസെബിലിറ്റി അത് അവർക്കൊരു ചലഞ്ചേ അല്ല. ഭീഷ്മപിതാമഹൻ അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലും എല്ലാവരെയും സ്വീകരിച്ചു. അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഭീഷ്മപിതാമഹന് ഹാപ്പിയായി അല്ലേ? വരുന്നവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാക്കാലെ അദ്ദേഹത്തിന് എണീറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മധുര വചനങ്ങൾ കൊണ്ട് അവരെ എല്ലാവരെയും സ്വീകരിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു, ശുദ്ധ ഭക്തനായതുകൊണ്ട്. ഇതേപോലെ നമ്മുടെ ഇടയിലും ഭക്തന്മാരെ കാണാം. ശീല പ്രഭുപാദിയുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, ശീല പ്രഭുപാദി 65 വയസ്സിന് ശേഷം 66 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വയസ്സാവുന്ന സമയത്താണ് അദ്ദേഹം പോകുന്നത് അമേരിക്കയിലേക്ക്. ആ പ്രായത്തിൽ ആർക്കും പോകാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത്രയും ദുഷ്കരമായിട്ടുള്ള ഇന്നത്തെ പോലെ വിമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചരക്ക് കപ്പലിൽ അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽത്തൊന്നും നോക്കിയത് തന്നെ ഇല്ല അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ഈ ഒരു 11 വർഷത്തിൽ അദ്ദേഹം പിന്നീട് ലോകം മുഴുവനും പല പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട്. കറങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ സ്ഥലം കാണാനല്ല പോകുന്നത്. കൃഷ്ണാവബോധം എല്ലാവരിലേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി, ശ്രീമദ് ഭാഗവതം എല്ലാവരിലേക്കും എത്തിക്കാൻ, ലോകം മുഴുവനും, അതേപോലെ ഹരിനാമം എല്ലായിടത്തും എത്തിക്കാൻ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അൺബിലീവബിളാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തതിന് അപ്പുറത്ത് അദ്ദേഹം ചെയ്തു. 108 അമ്പലങ്ങൾ ലോകത്ത് മുഴുവനും ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങാൻ സാധിച്ചു അദ്ദേഹത്തിന്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏത് രാജ്യം എടുത്തോളൂ, എല്ലാ രാജ്യത്തും ഉണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. വലുതായിട്ടോ ചെറുതായിട്ടോ എന്നാലും ഉണ്ടാവും. അതാണ് അത്രമാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം അത്രയും എംപവേർഡായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പ്രണാമന്ത്രത്തിലും പറയുന്നുണ്ട്, സാധാരണ ഒരു വ്യക്തിയല്ല അദ്ദേഹം. അതേപോലെ ഭഗവാന്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ടും, നിത്യാനന്ദ പ്രഭുവിൻ്റെ ശക്തി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സാധിച്ചത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എവിടെയും യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അന്ന് അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നു. വൃന്ദാവനത്തിൽ വന്നപ്പോഴും അവസാനവും അദ്ദേഹം പറയുന്നു, അദ്ദേഹം അവസാനവും കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. UK പോകുന്നുണ്ട്, ലണ്ടനിലേക്ക് പോകാനുള്ള കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അദ്ദേഹം പോകുന്നു. അവിടെ പോയി പിന്നീട് തിരിച്ചു വരുന്നു. പിന്നെ ഇന്ത്യയിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഹെൽത്ത് വളരെ മോശമായപ്പോൾ പിന്നീട് വൃന്ദാവനത്തിലേക്ക് വരുന്നു. വൃന്ദാവനത്തിൽ വന്നിട്ടും അദ്ദേഹം പറഞ്ഞു, എന്നെ ഗോവർദ്ധൻ പരിക്രമത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈവൻ ഇതിൽ പല്ലക്കിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും മോശമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇരുന്നപ്പോഴും അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, മരിക്കുന്നത് വരെ അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭക്തിവേദാന്ത പർപ്പോസ്, നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാവാർത്ഥം അദ്ദേഹം പറയുമായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് തന്നു. 10ാമത്തെ സ്കന്ധം, ദശമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായം വരെയാണ് ശീല പ്രഭുപാദി നേരിട്ട് എഴുതിയിട്ടുള്ളത്. ശീല പ്രഭുപാദിയുടെ ഭാവാർത്ഥം വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വളരെ വരിഷ്ഠരായിട്ടുള്ള ഡിസൈപ്പിൾസ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അവരെഴുതിയതെല്ലാം ശീല പ്രഭുപാദിയുടെ മറ്റുള്ള ഭാവാർത്ഥങ്ങളുടെ റെഫറൻസും, അതേപോലെ മറ്റുള്ള വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ശിലജീവ ഗോസ്വാമിയുടെ കമൻട്രീസ് എല്ലാം നോക്കി ശീല പ്രഭുപാദിൻ്റെ അതേ രീതിയിൽ തന്നെ, ശൈലിയിൽ തന്നെ അവർ എഴുതി. കാര്യം ശീല പ്രഭുപാദിൻ്റെ അനുഗ്രഹം അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക് ഡിസൈപ്പിൾസിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് യോഗ്യതരായിട്ടുള്ള ഭക്തരുണ്ടായിരുന്നു. അവരത് ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ പലവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം ഭാവാർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കില്ല. അവസാനത്തെ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ശീല പ്രഭുപാദി അവസാനം വയ്യ അദ്ദേഹത്തിന്. അപ്പോൾ അടുത്ത് ജയദ്വൈത മഹാരാജ്
ഈ വോയിസ് റെക്കോർഡറുമായിട്ടിരിക്കുന്നു. കുറച്ച് പേര് കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തല മസാജ് ചെയ്യുന്നുണ്ട്. പ്രഭുപാദൻ്റെ വേർഡ്സ് പോലും ശരിയായിട്ട് വരുന്നില്ല, പക്ഷെ അതും ഇവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നത് ശില പ്രഭുപാദ് എന്തായിരുന്നു പറയുന്നുണ്ടായിരുന്നു? ഭാഗവതത്തിലെ പർപ്പോട്ട് പറയുമായിരുന്നു. അപ്പോൾ അവർ അത് നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ കുറേ. അപ്പോൾ അവസാനം വരെ അദ്ദേഹം സർവീസ് ചെയ്യുമായിരുന്നു, അവസാനത്തെ നിമിഷം വരെ. ആരോഗ്യം നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഭീഷ്മപിതാമഹൻ. ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. എന്നാലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന സേവനങ്ങൾ, അതിഥികളെ സ്വീകരിക്കാനുള്ള സേവനമാണെങ്കിലും ഇതെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ചലഞ്ചസ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് കാണാം ഒരുപാട് ശിലപ്രഭാതിൻ്റെ ഡിസൈപ്പിൾസ്, ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ഗുരുജനങ്ങൾ, ഒരുപാട് പേര്, ശില ജയപതാക സ്വാമി മഹാരാജും അതേപോലെ ശില രാധാഗോവിന്ദ സ്വാമി മഹാരാജും, അങ്ങനെ ഒരുപാട് പേര് പ്രായമായിട്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരുടെ സേവനങ്ങൾ അവർ നിർത്തുന്നില്ല. പറ്റുന്നത്ര അവരുടെ ജീവിതം, ഫിസിക്കൽ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നില്ല. ഈ ഒരു ശ്വാസം അവസാനത്തെ ശ്വാസം വരെ ശ്രീല പ്രഭുപാദിന് വേണ്ടി സർവീസ് ചെയ്യണമെന്നുള്ളൊരു ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഇവർക്കെല്ലാം. അവസാനത്തെ ശ്വാസം വരെ പ്രഭുപാദിന് വേണ്ടി ഞാൻ ചെയ്യും, ഇതാണ് അവരുടെ ഭാവം. അവനവൻ്റെ സുഖവും അസുഖവും ഒന്നും വിഷയമല്ല അവിടെ. അത്രമാത്രം ഡെഡിക്കേഷനാണ് ഈ പറയുന്ന ഭക്തർക്കൊക്കെ, ഈ പറയുന്ന ഇപ്പോഴത്തെ ഗുരുജനങ്ങൾ ശിലപ്രഭുപാദിനുള്ള ഡെഡിക്കേഷൻ അത്രമാത്രമാണുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഫിസിക്കൽ ചലഞ്ചസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ച് സർവീസാണ്. നമുക്കാണെങ്കിൽ ചെറിയൊരു തലവേദന വന്നാൽ പോലും തന്നെ നമ്മൾ തളർന്നു പോകുന്നു. ഒരു തലവേദന വന്നാൽ പോലും നമ്മുടെ നാമജപം ശരിയാവാതെയാവും, അല്ലെങ്കിൽ നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ എന്ത് അസുഖം വന്നാലും, ചെറിയ അസുഖമാണെങ്കിലും നമ്മളതിൽ പലതും കോംപ്രമൈസ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ളവർ അവരുടെ ഒരു ഹെൽത്തും അവരുടെ കണ്ടീഷനും ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരേ ഒരു ലക്ഷ്യം ഭഗവാനെ സന്തോഷിപ്പിക്കുക, അവരുടെ ഗുരുവിനെ സന്തോഷിപ്പിക്കുക. രണ്ട് കാര്യം. സംസിദ്ധിർ ഹരിതോഷണം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹരിക്കും ഗുരുവിനും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അവരെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അവസാന ശ്വാസം വരെ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിതത്തിൽ. ഇവിടെ ഭീഷ്മപിതാമഹനും ചെയ്യുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസത്തിലും അദ്ദേഹം ഈ വരുന്നവരെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? അർജുനനെ ഉപദേശിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ, യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശം കൊടുക്കുന്നു. ഒരുപാട് ഉപദേശങ്ങൾ. അത് മഹാഭാരതത്തിൽ ആ സെക്ഷനിൽ കുറേ കോൺവെർസേഷനുണ്ട്. അപ്പോൾ അത് ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു സർവീസ് ഭീഷ്മപിതാമഹൻ അവസാനം ചെയ്യണമെന്നുള്ളത്. ഭഗവാന്റെ സേവനമാണത്. ഭഗവാൻ അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാനും വേണ്ടി ഭഗവാൻ ആർക്ക് ആണ് ആ ഒരു കാര്യം നിയോഗിച്ചത്? ആരെയാണ് നിയോഗിച്ചത്? ഇദ്ദേഹത്തെ, ഭീഷ്മപിതാമഹനെ. ഭീഷ്മപിതാമഹൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ ഒരു സർവീസ്, ആ ഒരു സേവനം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശരീരം വേദന, അദ്ദേഹം ശരശയിൽ കിടക്കുവാണ്. സുഖമായിട്ടുള്ളൊരു ബെഡിൽ, ഡൺലപ്പ് ബെഡിലല്ല അദ്ദേഹം കിടന്ന് പറയുന്നത്. ഇതെല്ലാം ശരങ്ങൾ കുത്തിയിരിക്കുകയാണ്. വേദന, ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ശരശയിൽ വെച്ച് അത്രയും വേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹം കിടന്നിട്ടുണ്ടായിരുന്നത്. ശാരീരികപരമായിട്ട് പറയുവാണെങ്കിൽ വേദന. എന്നാൽ മനസ്സിലോ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് വേറെ ഒന്നും വിഷയമല്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം ഭഗവാന്റെ സേവനം ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കണം. ഭഗവാൻ അവിടെ ഉണ്ട് മുമ്പിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഭീഷ്മപിതാമഹൻ
അദ്ദേഹം അവസാനത്തെ സർവീസ് ചെയ്യുന്നത് എന്താണ്? ആ സർവീസ് യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിക്കുന്നത്. ഈ പറയുന്ന മഹാജനങ്ങളിൽ വരും നമ്മൾ ഈ പറയുന്ന ശീല പ്രഭുപാജി ആണെങ്കിലും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരും മഹാജനങ്ങളെ പോലെ തന്നെ. കാര്യം അവരെ പോലെ പറയുന്നത് ഈ 12 പേര് മാത്രം, 12 പേരെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് പേര് ഭാഗവതത്തിൽ തന്നെ വേറെയുണ്ട്. എല്ലാവരുടെയും പേര് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഇതേപോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ശുദ്ധ ഭക്തരുണ്ട് ഭഗവാന്റെ. അവരെല്ലാവരും മഹാത്മാക്കളാണ്, അവരെല്ലാവരും മഹാജനങ്ങളാണ്. ആ മഹാജനങ്ങളുടെ പാത പിന്തുടരുന്നവർക്കും ഒരു മഹാജനമായി മാറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മഹാജനമൊന്നും ആവണ്ട, പക്ഷെ എന്നാൽ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ആചരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. ആ ഒരു ആത്മാർത്ഥത കാണിക്കുക. അവർ നമുക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു, എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും. അപ്പോൾ ഇതൊക്കെയാണ് 9ാമത്തെ ശ്ലോകം. ഒരു ശ്ലോകം കൂടെ നോക്കാം, ചെറിയ ശ്ലോകമാണ്. കൃഷ്ണം ച തത് പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാം ആസ മായയോപാത വിഗ്രഹം. കൃഷ്ണം ച തത് പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാം ആസ മായയോപാത വിഗ്രഹം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണം ച തത് പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത വിഗ്രഹം. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ കീ ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നുണ്ടെങ്കിലും തന്റെ സർവാതിശയവും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ സ്വരൂപം സ്വന്തം അന്തരംഗ ശക്തിയാൽ ഭക്തർക്ക് പ്രത്യക്ഷമാക്കുന്നു. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മദേവന്റെ സമീപം ഉപവിഷ്ടനാകുകയും ഭീഷ്മദേവന് ഭഗവത് മാഹാത്മ്യങ്ങൾ പൂർണ്ണമായും അറിയാവുന്നതിനാൽ അദ്ദേഹം ഭഗവാനെ യഥോചിതം ആരാധിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. ഏകകാലത്ത് എല്ലായിടങ്ങളിലും സാന്നിധ്യമരുളിക്കൊണ്ട് ഭഗവാൻ തന്റെ അനന്തശക്തി പ്രദർശിപ്പിച്ചു. തന്റെ നിത്യധാമമായ ഗോലോക വൃന്ദാവനത്തിൽ സദാ സന്നിഹിതനായിരുന്നുവെങ്കിൽ തന്നെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ അദൃശ്യമായ ഓരോ അണുവിൽ പോലും സ്ഥിതി ചെയ്യുന്നു. തന്റെ അനശ്വരമായ അതീന്ദ്രിയ സ്വരൂപം ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാക്കുമ്പോൾ അത് സാധ്യമാകുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാകുന്നു. ഭഗവാനെ അനുയോജ്യമായ രീതിയിൽ ആരാധിച്ച ശ്രീ ഭീഷ്മദേവന് ഈ സർവ്വസത്യങ്ങളും പൂർണ്ണമായും അറിയാവുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിലുണ്ട്. ആ കൂട്ടത്തിൽ ഭഗവാൻ കൃഷ്ണൻ നിൽക്കുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ആ ഭഗവാൻ തന്നെ പരമാത്മാവായിട്ടും ഹൃദയത്തിലുണ്ട്. എന്നാൽ ഭഗവാൻ തന്നെ ആ രൂപത്തിൽ, ഭഗവാന്റെ രൂപത്തിൽ ഭീഷ്മ പിതാമഹന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുന്നു. വരിഷ്ഠരായിട്ടുള്ള എല്ലാ ഋഷിവര്യന്മാരും മുനിവര്യന്മാരും എല്ലാവരും ചുറ്റും നിൽക്കുന്നു. പാണ്ഡവരുണ്ട്, ഭഗവാൻ കൃഷ്ണനുമുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇവിടെ ഇപ്പോൾ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നതാണ്, ഒരേ സമയത്ത് തന്നെ ഭഗവാന് പരമാത്മാവായിട്ടും ഇരിക്കാം,
അതേപോലെ പുറത്ത് ഭഗവാനായിട്ട് അദ്ദേഹം കാണാനും സാധിക്കാം. അതേ സമയത്ത് ഈ ബ്രഹ്മാണ്ടത്തിൽ മാത്രമല്ല, വേറെ ബ്രഹ്മാണ്ടങ്ങളിൽ എവിടെയെങ്കിലും എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭഗവാന്റെ അവതാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ ആധ്യാത്മിക ലോകങ്ങളിലും അദ്ദേഹമുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് എല്ലായിടത്തും അദ്ദേഹമുണ്ട്. അത് ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. നമുക്ക് ഒരു സ്ഥലത്തേ ഇരിക്കാൻ സാധിക്കുള്ളൂ അല്ലേ? ഇപ്പോൾ അബുദാബിയിലിരിക്കുന്നു ഞാൻ, എനിക്കിവിടെ മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, ഒരേ സമയത്ത് ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലും ഒരേ സമയത്ത്, അതും ഒരേ ലീലകളല്ല, പല ലീലകൾ ചെയ്ത് അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കുന്നു. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ലീലകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം എല്ലാ ലോകങ്ങളിലും ഉണ്ട്. അത് ആ ഭഗവാനെ നേരിട്ട് കാണുന്നു ഭീഷ്മപിതാമഹൻ്റെ എല്ലാമായിട്ടുള്ള ഭഗവാൻ വിഷ്ണു കൃഷ്ണൻ ആയി മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹം വിഷ്ണു ഭക്തനാണ്, എന്നാൽ ആ വിഷ്ണു തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ. അത് ഓരോരുത്തരുടെ ഭാവം. ഭീഷ്മപിതാമഹൻ്റെ ഭാവം ദാസ്യ ഭാവത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഒരു ആ ഒരു മെലോ അതായിരുന്നു അല്ലേ? നമ്മൾ പറയാറുണ്ട് സഖ്യം, ദാസ്യം, സഖ്യം അല്ലെങ്കിൽ മാധുര്യം എന്നുള്ളത്. ഭീഷ്മപിതാമഹൻ്റെ ഭാവം കൂടുതലും ദാസ്യരസമായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ലീലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭീഷ്മപിതാമഹൻ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നോക്കാം. 10ാമത്തെ ശ്ലോകം വരെ നമ്മളിന്നപ്പോൾ ചർച്ച ചെയ്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु शीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, इस्कॉन गुरु वृंद की जय, गौड़िया गुरु वृंद की जय, शीला गुरुदेव की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे। हरे हरि बोल, हरे कृष्ण। जय जय श्री राधे श्याम। थैंक यू।